മണിപ്പൂർ അശാന്തമായി തുടരുകയാണ്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ലാംഗ്പൂൾ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്നും രാധാകൃഷ്ണൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി. മണിപ്പൂർ കലാപത്തിൽ ആരാധനാലയങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങൾ എത്രമാത്രം ക്രൂരമായിരുന്നു എന്നത് വിശദീകരിക്കുന്നതാണ് ഞാൻ ഈ നിൽക്കുന്ന ആരാധനാലയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ലംഗ്പോൾ ക്രിസ്ത്യൻ ചർച്ചാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം. നിരവധി ആളുകൾ പ്രതിദിന പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്ന ഈ പള്ളി ഇപ്പോൾ ഒരു ചാമ്പൽ കൂമ്പാരമായി മാറിയിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുസന്നിധി അടക്കം ഈ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാം ചാമ്പലായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ എത്തുന്ന ആരെ സംബന്ധിച്ചും വലിയ വിഷമമുണ്ടാക്കുന്ന വിധത്തിലാണ് ഉള്ളത്. ഈ പള്ളി ഇവിടെയുള്ള പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറെ അടുത്ത നിൽക്കുന്ന ഒന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച, ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് ഒക്കെ മുമ്പ് സ്ഥാപിച്ച ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ ഈ പള്ളിയിൽ ആരാധന നടത്തിയിരുന്നതാണ്. ഈ പള്ളിയാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഈ പള്ളി തകർക്കപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ ആളുകൾ ഇത് തടയാനായിട്ട്, വിശ്വാസികൾ ഇത് തടയാനായിട്ടുള്ള ശ്രമം നടത്തിയെങ്കിലും അവർക്കതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ആയില്ല. സായുധരായി എത്തിയ സംഘം വിശ്വാസികളെയും പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഈ ആരാധനാലയത്തെ പൂർണ്ണമായിട്ടും ചാമ്പൽ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ പള്ളിയുടെ എല്ലാ ഭിത്തിയും മതിലും ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെടുന്ന വിധത്തിലേക്ക്, അത്ര നീചമായ രീതിയിൽ ഈ പള്ളിയെ ഒരു ചാമ്പൽ കൂമ്പാരമാക്കി മാറ്റുന്ന വിധത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. പെട്രോളും ഡീസലും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ഇടങ്ങളിലും ഈ തീ കൊളുത്താനായി ഇവിടെ എത്തിയ അക്രമികൾ തയ്യാറായത്. വലിയ